അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആൽക്കഹോൾസിൻ്റെ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള നോമൻക്ലേച്ചേഴ്സ് ഉണ്ട് അല്ലേ? കോമൺ നെയിമും IUPAC നെയിമും. സോ ദ ഫസ്റ്റ് തിങ് ഈസ് കോമൺ നെയിം ഫോർ ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൻ്റെ കോമൺ നെയിം എങ്ങനെയാണ് എഴുതുക? ദ കോമൺ നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ കോമൺ നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്. ഒരു ആൽക്കഹോൾ തന്നിട്ട് അതിൻ്റെ കോമൺ നെയിം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കോമൺ നെയിം എഴുതുക? ആ ആൽക്കഹോളിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കണം. ആ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കോമൺ നെയിം എഴുതുക. അതിനുശേഷം അതിനോട് കൂടെ ആൽക്കഹോൾ എന്ന ടേം കൂടെ എഴുതി ചേർക്കുക. അപ്പോൾ കോമൺ നെയിം ഫോർ ആൽക്കഹോൾസ് ക്യാൻ ബി derived from the common name of the alkyl group and add the word alcohol to it. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കോമൺ നെയിമിനോടൊപ്പം തന്നെ ആൽക്കഹോൾ എന്ന വേർഡ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആൽക്കഹോളുകളുടെ കോമൺ നെയിം എഴുതാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇവിടെ തന്നിരിക്കുന്ന ആൽക്കഹോൾ CH3OH എന്നാണ്. CH3OH എന്ന ഈ ആൽക്കഹോളിലെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കൂ. CH3 ആണ് അല്ലേ? ഒരു കാർബണാറ്റമുള്ള കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ CH3 ഗ്രൂപ്പിനെ എന്താണ് പേര് വിളിക്കുക? മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. ഇതിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതോടൊപ്പം തന്നെ OH ഗ്രൂപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽക്കഹോളും ഉണ്ട്. സോ മീഥൈൽ ഗ്രൂപ്പ് പ്ലസ് ആൽക്കഹോൾ. അപ്പോൾ അതിൻ്റെ പേരെങ്ങനെയാണ് വരിക? മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ എന്നതാണ് CH3OH എന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം. അടുത്തൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. CH3CH2OH. ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കൂ. CH3CH2, അതായത് 2 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. 2 കാർബൺ ആറ്റം വരുമ്പോൾ എന്താണ് പേര്? എത്ത് അല്ലേ? അതുകൊണ്ട് തന്നെ CH3CH2 എന്ന ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ഈഥൈൽ ഗ്രൂപ്പ്. ഈഥൈൽ ഗ്രൂപ്പ് പ്ലസ് ആൽക്കഹോൾ. അതുകൊണ്ട് ഇതിൻ്റെ കോമൺ നെയിം ഈഥൈൽ ആൽക്കഹോൾ. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ 3 കാർബൺ ആറ്റം ഉള്ള ഒരു ചെയിനാണ് തന്നിരിക്കുന്നത്. CH3CH2CH2OH. ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ? 3 കാർബൺ ആറ്റത്തിനെയും ഈ 3 കാർബൺ ആറ്റം വരുമ്പോൾ നമുക്ക് ബ്രാഞ്ച് ആയിട്ടും എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ വന്നു, 3 കാർബൺ ആറ്റം വന്നു. 3 കാർബൺ ആറ്റം വന്നാൽ ആ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? 1 വന്നാൽ മെത്ത്, 2 വന്നാൽ എത്ത്, 3 വന്നാൽ പ്രൊപ്പ് അല്ലേ? സോ ദിസ് ഗ്രൂപ്പ് ഈസ് പ്രൊപ്പൈൽ. So add the word propyl plus the term alcohol. So the name of this compound is propyl alcohol. ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എഴുതിയിരിക്കുന്ന കാരണം നമുക്കിതിനെ നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? സ്മോൾ ലെറ്റർ N ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇത് ഈ കോമ്പൗണ്ടിൻ്റെ പേരെങ്ങനെ എഴുതാം? N പ്രൊപ്പൈൽ ആൽക്കഹോൾ. N റെപ്രസെൻറ്റ്സ് നോർമൽ. ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ആൽക്കഹോളുകളുടെ കോമൺ നെയിം എഴുതാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ആൽക്കഹോളുകളുടെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. IUPAC നോമൻക്ലേച്ചർ ഓഫ് എൻ ആൽക്കഹോൾ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് എൻ ആൽക്കെയിൻ. ഒരു ആൽക്കഹോളിൻ്റെ IUPAC നോമൻക്ലേച്ചർ ഡിറൈവ് ചെയ്യുന്നത് ആ ആൽക്കഹോൾ ഡിറൈവ് ചെയ്യപ്പെട്ട ആൽക്കെയിൻ ഏതാണെന്ന് നോക്കിയിട്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൽക്കെയിൻ എന്നതിലെ ഏത് ആൽക്കെയിൻ ആണോ ആ ആൽക്കഹോൾ ഡിറൈവ് ചെയ്യുന്നത്, ആ ആൽക്കെയിനിലെ E എന്ന ടേമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓൾ എന്ന സഫിക്സ് ആഡ് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൽക്കഹോളുകളുടെ IUPAC നോമൻക്ലേച്ചർ എഴുതുന്നതിനുള്ള മെത്തേഡ്. ഏത് ആൽക്കെയിൽ നിന്നാണോ ആൽക്കഹോൾ ഡിറൈവ് ചെയ്യുന്നത് ആ ആൽക്കെയിനെ കൺസിഡർ ചെയ്യുക. അതിനുശേഷം E എന്ന ടേം മാറ്റി ഓൾ എന്ന് ആഡ് ചെയ്യുക. എന്താണ് ഓൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആൽക്കഹോൾ OH ഗ്രൂപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ? ഒരു ആൽക്കഹോളിൻ്റെ നോമൻക്ലേച്ചർ എഴുതുമ്പോൾ, ആൽക്കഹോളിൻ്റെ മാത്രമല്ല ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നോമൻക്ലേച്ചർ എഴുതുമ്പോഴും നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആൽക്കഹോളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെലക്ട് ദ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ദ OH ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന്
ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ ആ കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള ലോങ്സ്റ്റ് കാർബൺ ചെയിനിനെ കാർബൺ ആറ്റംസിന് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം ഈ കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്യാനായിട്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത് ആൽക്കെയിൻ, ഏത് ആൽക്കെയിൻ ആണോ ഉള്ളത് ആ ആൽക്കെയിൻ്റെ ഇ എന്ന വാക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓൾ എന്ന സഫിക്സ് ആഡ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമതായിട്ട് OH ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെയും പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുക? ഏത് കാർബൺ ആറ്റത്തിലേക്കാണോ OH ഗ്രൂപ്പും അതുപോലെ മറ്റ് സബ്സ്റ്റിറ്റ്യൂവൻസും അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇവയുടെ പൊസിഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്ത് എഴുതാവുന്നതാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പോളിഹൈഡ്രിക് ആൽക്കഹോൾസിൻ്റെ കേസിൽ, അതായത് ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പുകളുള്ള പോളിഹൈഡ്രിക് ആൽക്കഹോൾസിൻ്റെ കേസിൽ ആൽക്കെയിൻ എന്നതിൽ ഈ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അവിടെ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്തതിന് ശേഷം ആഡ് ദ സഫിക്സ് ഓൾ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പുകൾ ഉള്ള ആൽക്കഹോളുകളിൽ ഓൾ എന്ന സഫിക്സിന് മുൻപിലായിട്ട് എത്ര OH ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ഒരെണ്ണം ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യമില്ല. രണ്ടെണ്ണം ആണെങ്കിൽ ഡൈ എന്ന പ്രിഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. മൂന്നെണ്ണം ആണെങ്കിൽ ട്രൈ എന്ന പ്രിഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്പർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പ്രിഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് OH ഗ്രൂപ്പുകളുടെ എണ്ണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക വഴി എല്ലാ ഓർഗാനിക് ആൽക്കഹോളുകളുടെയും IUPAC നോമൻക്ലേച്ചർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് ചില എക്സാമ്പിൾസിലേക്ക് കടന്നാലോ? നമുക്ക് ചില ആൽക്കഹോൾസിൻ്റെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ബോർഡിൽ കാണുന്നുണ്ട്. ഓരോ എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ നോക്കൂ. ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ തന്നിരിക്കുന്നത് CH3 CHOH CH3. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു ആൽക്കഹോളിൽ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഉള്ള ഒരു ചെയിനിനെ കൺസിഡർ ചെയ്യണം, അല്ലേ? OH ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ലോങ്സ്റ്റ് കാർബൺ ചെയിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യാം. ഇവിടെ 3 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ കാർബൺ ആറ്റംസിന് നമ്മൾ നമ്പർ കൊടുക്കണം. എങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് സ്മോളസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം ഈ ഒരു കാർബൺ ചെയിനിനെ നമ്പർ ചെയ്യാനായിട്ട്. ഞാനൊന്ന് നമ്പർ ചെയ്ത് നോക്കൂ. 1 2 3 അല്ലേ? 3 കാർബൺ ആറ്റംസ് 1 2 3 എന്ന നമ്പർ ചെയ്തിരിക്കുന്നു. ഇത് തന്നെ തിരിച്ചും 1 2 3 എന്ന നമ്പർ ചെയ്യാം. ഈ രണ്ട് മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാലും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് 2 എന്ന നമ്പറാണ് ലഭിക്കുക. അതുകൊണ്ട് ഈ രണ്ട് രീതിയിലും കാർബൺ ചെയിനിനെ നമ്പർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 3 കാർബൺ ആറ്റംസ് ആണെന്ന് കണ്ടു കഴിഞ്ഞു. 3 കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടുകൾക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡ് റൂട്ട് ഏതാണ്? പ്രൊപ്പ് എന്നാണ്, അല്ലേ? മെത്ത് എത്ത് പ്രൊപ്പ്, അല്ലേ? അപ്പോൾ നോക്കൂ, പ്രൊപ്പ് എന്നെഴുതി. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ടുകളാണ്, കാർബൺ കാർബൺ. അതുകൊണ്ട് തന്നെ ഇതൊരു ആൽക്കെയിൻ ചെയിനാണ്. അത് നമുക്ക് പ്രൊപ്പെയിൻ എന്നെഴുതാം. നമ്മൾ പഠിച്ചു ആൽക്കഹോളിൻ്റെ നോമൻക്ലേച്ചർ എഴുതുമ്പോൾ ആൽക്കെയിൽ നിന്നിൻ്റെ ഇ മാറ്റിയിട്ട് എന്ത് ആഡ് ചെയ്യണം? ഓൾ എന്ന് ആഡ് ചെയ്യണം, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ പ്രൊപ്പൈൻ എന്നുള്ളതിൽ ഇ മാറ്റി PROPAN എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ പൊസിഷൻ ഏതാണെന്ന് നോക്കൂ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് OH ഗ്രൂപ്പിനെ സ്പെസിഫൈ ചെയ്യണം. പ്രൊപ്പെയിൻ ടു ഓൾ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ? അടുത്ത എക്സാമ്പിളിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റംസ് ഉള്ള ഒരു ലോങ്സ്റ്റ് കാർബൺ ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് സ്മോളസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ കാർബൺ ആറ്റങ്ങളെ നമ്മൾ നമ്പർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് സ്മോളസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ 1 എന്ന് കൊടുത്തു. 1 2 3 4. അപ്പോൾ വേഗം പറയൂ, 4 കാർബൺ ആറ്റമുള്ള ചെയിനിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുക? മെത്ത് എത്ത് പ്രൊപ്പ്
ബ്യൂട്ട് അല്ലേ, ബ്യൂട്ട്. കാർബൺ ആറ്റംസ് എല്ലാം തന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആൽക്കെയിൻ ചെയിനാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടെയിൻ. ഇ എന്നുള്ള ടേം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓൾ എന്ന് ആഡ് ചെയ്യുന്നു. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ ബ്യൂട്ടെയിൻ 1 ഓൾ എന്ന് എഴുതാം. കിട്ടിയല്ലോ. അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കൂ. ഇവിടെയും OH ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആൽക്കഹോളാണ്. നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പേര് എഴുതുക എന്ന്. എന്ത് വേണം? കാർബൺ ചെയിനിനെ സെലക്ട് ചെയ്യണം. കാർബൺ ചെയിനിലെ കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്യുകയും വേണം. ഇപ്പോൾ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റമുള്ള ഒരു ലോങ്ങസ്റ്റ് ചെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് ലോങ്ങസ്റ്റ് ചെയിൻ? ഇവിടെ നമുക്ക് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്രയും ഭാഗത്തിന് നമുക്ക് എന്തെടുക്കാം? ലോങ്ങസ്റ്റ് ചെയിനായിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ അല്ലേ. ഫസ്റ്റ് കാർബണിലേക്ക് എന്ത് അറ്റാച്ച്മെൻ്റ് ഉണ്ട്? CH3 എന്ന മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പൊസിഷനിലായതുകൊണ്ട് 1 എന്ന നമ്പർ റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മീഥൈൽ, മെത്ത്, എത്ത്, പ്രൊപ്പ്, പ്രൊപ്പെയിൻ 1 ഓൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത കോമ്പൗണ്ടിലേക്ക് കിടക്കാം. ഇവിടെയും OH ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ആൽക്കഹോൾ ആണ് എന്നറിയാം അല്ലേ. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാർബൺ ചെയിൻ സെലക്ട് ചെയ്യാം. ഇവിടെ 1, 2, 3 എന്ന് നമ്പർ ചെയ്താൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ നമുക്ക് കാണാം ഒരു OH ഗ്രൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഒരു CH3 ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പേര് എഴുതുക? CH3 നമ്മൾ സബ്സ്റ്റൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 മീഥൈൽ പ്രൊപ്പെയിൻ 2 ഓൾ എന്ന് IUPAC നോമൻക്ലേച്ചർ എഴുതാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ ഒരു OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളായതുകൊണ്ട് ഏതാണോ കറസ്പോണ്ടിങ് ആൽക്കെയിൻ അതിൽ E എന്ന ടേം റീപ്ലേസ് ചെയ്തുകൊണ്ട് സഫിക്സ് ആയിട്ട് ഓൾ എന്ന് ആഡ് ചെയ്യപ്പെട്ടു. ഇവിടെ ഓരോന്നിലും സബ്സ്റ്റുവൻറ്റിൻ്റെ പൊസിഷനും അതോടൊപ്പം തന്നെ OH ഗ്രൂപ്പിൻ്റെ പൊസിഷനും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അടുത്തൊരു എക്സാമ്പിളിലേക്ക് എടുക്കൂ. ഇവിടെ നമുക്ക് കാണാം 1, 2, 3 OH ഗ്രൂപ്പുകളുള്ള ഒരു പോളിഹൈഡ്രിക് ആൽക്കഹോളാണ്. അപ്പോൾ പോളിഹൈഡ്രിക് ആൽക്കഹോളുകളുടെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് ചെയ്യുക നോക്കാം. ഇവിടെയും OH ഗ്രൂപ്പ് കണ്ടെയ്നിങ് ആയിട്ടുള്ള കാർബൺ ചെയിൻ, ഏറ്റവും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ നോക്കാം OH ഗ്രൂപ്പ് 3 കാർബൺ ആറ്റത്തിലേക്കും അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്പർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. 3 കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻ ഏതാണ്? പ്രൊപ്പെയിൻ ആണ് അല്ലേ. പ്രൊപ്പെയിൻ. ഇവിടെ നമ്മൾ ഈ എഴുതുന്നുണ്ട്. എന്താ ഈ എഴുതാനുള്ള കാരണം? ഇതൊരു പോളിഹൈഡ്രിക് ആൽക്കഹോൾ ആണ്. പോളിഹൈഡ്രിക് ആൽക്കഹോളിൻ്റെ കേസസിൽ വി ഹാവ് ടു റീറ്റെയിൻ ഇ. അതിനുശേഷം ഏതൊക്കെ പൊസിഷനിലാണോ OH ഗ്രൂപ്പുകൾ എന്ന് നോക്കൂ. ഫസ്റ്റ് പൊസിഷനിൽ, സെക്കൻഡ് പൊസിഷനിൽ, തേർഡ് പൊസിഷനിൽ. അപ്പം നമുക്ക് എന്ത് എഴുതാം? 1, 2, 3 1, 2, 3 ട്രൈ ഓൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൊപ്പെയിൻ 1, 2, 3 3 പൊസിഷനിലും എന്തുണ്ട്? OH ഗ്രൂപ്പ് ഉണ്ട്. ഈ OH ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ 3 എണ്ണം ഉണ്ട്. 3 എണ്ണം എന്ന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ആഡ് ദ പ്രിഫിക്സ് ട്രൈ ബിഫോർ ദ ടേം OL. ഇങ്ങനെ നമുക്ക് എല്ലാ ആൽക്കഹോൾസിൻ്റെയും IUPAC നോമൻക്ലേച്ചർ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സൈക്ലിക് ആൽക്കഹോൾസിൻ്റെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെയാണ് എഴുതുക? സൈക്ലിക് ആൽക്കഹോൾസിൻ്റെ കാര്യത്തിൽ എന്തോ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൈക്ലിക് ആൽക്കഹോൾസിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിനെ നമ്മൾ ഫസ്റ്റ് കാർബൺ എന്നാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുകയും അതോടൊപ്പം തന്നെ സൈക്ലോ എന്ന് പറയുന്ന വേർഡ് പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യുകയും ചെയ്തിട്ടാണ് സൈക്ലിക് ആൽക്കഹോൾസുകളുടെ IUPAC നോമൻക്ലേച്ചർ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇവിടെ 2 കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് ഫസ്റ്റ് കാർബൺ എന്ന നമ്പർ കൊടുക്കണം. മാത്രവുമല്ല വി ഹാവ് ടു ആഡ് ദ പ്രിഫിക്സ് സൈക്ലോ. ഇവിടെ നമുക്ക് ചില എക്സാമ്പിൾസ് പരിചയപ്പെടാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഒരു സൈക്ലോപെൻറ്റെയിൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. 5 കാർബൺ ആറ്റംസ് ആണ് ഇവിടെ കാണുന്നത്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിനെ ഫസ്റ്റ് നമ്പർ എന്ന് കൊടുത്താൽ നമുക്ക് 5 കാർബൺ ആറ്റത്തിനെയും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
5 കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ ഒരു പെൻറ്റെയിൻ ആണ്. ഇത് സൈക്ലിക് ആയതുകൊണ്ട് തന്നെ സൈക്ലോ പെൻറ്റെയിൻ 1 ഓൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സൈക്ലോ പെൻറ്റെയിൻ 1 ഓൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫസ്റ്റ് കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ സ്പെസിഫിക്കലി പറയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നോമൻക്ലേച്ചർ സൈക്ലോ പെൻറ്റനോൾ എന്ന് എഴുതാവുന്നതാണ്. സൈക്ലോ പെൻറ്റനോൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കൂ. ഇതൊരു 6 കാർബൺ ആറ്റംസ് ഉള്ള റിംഗ് ആണ് അല്ലേ. 1 2 3 4 5 6 6 കാർബൺ ആറ്റം വരുമ്പോൾ ഹെക്സ് ആണ്, ഹെക്സെയിൻ ആണ്. സൈക്ലോ എന്ന പ്രിഫിക്സ് ആഡ് ചെയ്യണം. സൈക്ലോ ഹെക്സെയിൻ ഫസ്റ്റ് പൊസിഷനിലാണ് OH ഗ്രൂപ്പ്. സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് സൈക്ലോ ഹെക്സനോൾ. അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇവിടെ ഉള്ള കാർബൺ ആറ്റംസിൻ്റെ നമ്പർ ഒന്ന് നോക്കൂ. ഇവിടെയും 6 കാർബൺ ആറ്റംസ് ഉള്ള റിംഗ് ആണ്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് ഫസ്റ്റ് നമ്പർ കൊടുത്താൽ വേറെ സബ്സ്റ്റുവൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് മീഥൈൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ CH3 ഗ്രൂപ്പാണ്. തൊട്ടടുത്തിട്ടുള്ള സബ്സ്റ്റുവൻറ്റിന് അടുത്ത സ്മോളസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇവിടെ കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്യാനായിട്ട്. OH ഗ്രൂപ്പിന് ഫസ്റ്റ് നമ്പർ വന്നു. CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് 2 എന്ന നമ്പർ കൊടുത്തു. പിന്നീട് ഈ റിങ്ങിലുള്ള മുഴുവൻ കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്താൽ 6 കാർബൺ ആറ്റം ഉള്ള ഒരു റിംഗ് ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. മാത്രവുമല്ല ഫസ്റ്റ് പൊസിഷനിൽ OH ഗ്രൂപ്പും സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരെങ്ങനെയാണെന്ന് നോക്കൂ. സെക്കൻഡ് പൊസിഷനിലുള്ള മീഥൈൽ ഗ്രൂപ്പ് ഒരു സഫിക്സ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് പൊസിഷനിലുള്ള മീഥൈൽ ഗ്രൂപ്പ് ഒരു സബ്സ്റ്റുവൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പേരെങ്ങനെ എഴുതാം? 2 മീഥൈൽ സൈക്ലോ ഹെക്സനോൾ. ഇങ്ങനെ നമുക്ക് സൈക്ലിക് ആൽക്കഹോളുകളുടെ IUPAC നോമൻക്ലേച്ചർ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കിയേ. ഇവിടെ ഞാനൊരു സൈക്ലിക് റിങ് വരച്ചിരിക്കുന്നു. ഫസ്റ്റ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ബ്രോമിൻ ആറ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ പേരെഴുതുക? OH ഗ്രൂപ്പ് വരുന്ന കാർബൺ ആറ്റത്തിന് 1 2 3 4 5 6 അല്ലേ. ഇവിടെ ബ്രോമിൻ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റുവൻ്റ് ആണ്. ബ്രോമിൻ്റെ പൊസിഷൻ എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് 4 ബ്രോമോ സൈക്ലോ ഹെക്സനോൾ. ഇത്തരത്തിൽ നമുക്ക് സൈക്ലിക് ആൽക്കഹോളുകളുടെ നോമൻക്ലേച്ചർ എഴുതാനായിട്ട് സാധിക്കും.